എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പുതുവർഷം വിഷു എന്നത് എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു പ്രവചനത്തിന് മുതിരുകയാണ്. ഇതംപ്രദമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭകൃത് ശുഭമംഗളഃ എന്നാണ് ഈ വർഷത്തിലെ പേര്. ശുഭകൃത് എന്നാണ്. ശുഭക്രതു എന്നും നമ്മൾ പറയാം. നല്ല കാര്യങ്ങളെല്ലാം ധാരാളം നടക്കാൻ ഉതകുന്ന ഒരു വർഷമാണ് ഈ വർഷം എന്നാണ് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. അതായത് ഈ ശുഭകൃത് വർഷത്തിൽ സകലവിധമായിട്ടുള്ള കാര്യങ്ങളിലും നന്മകൾ ഉണ്ടാവും. ഈശ്വരാനുഗ്രഹമുള്ള ഒരു വർഷമാണ് ഈ ശുഭകൃത് വർഷം എന്ന് പറഞ്ഞാൽ അത് കുറയാവില്ല. ഭൂമിയിൽ സദാസർവകാലവും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്ലൈമറ്റ്, മുമ്മാരി പൊഴിയെ എന്നൊക്കെയാണ് തമിഴിൽ പറയുക. 3 വിധമായിട്ടുള്ള വർഷകാലം ഉണ്ടാവുക. അപ്പോൾ 3 കൊയ്ത്ത് നടക്കുക എന്നൊക്കെയാണ് പറയുന്നത്. രാജാക്കൾ, അതായത് നമ്മളെയൊക്കെ ഭരിക്കുന്നവര് നീതിന്യായ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്വജനപക്ഷപാതങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഭരിക്കും എന്നും കൂടെയാണ് ഈ ശുഭകൃത് എന്നുള്ള ഈ വർഷത്തിൻ്റെ ഫലമായിട്ട് പറയുന്നത്. ഇതിൻ്റെ രാജാവ് ശനിയാണ്, മന്ത്രി ഗുരുവാണ്, സേനാധിപതി ബുധനാണ്, സസ്യാധിപതി സൂര്യനാണ്, ധാന്യാധിപതി ശുക്രനാണ്, അർഘാധിപതി ബുധനാണ്, മേഘാധിപതി ബുധനാണ്, രസാധിപതി ചൊവ്വയാണ്, നീരസാധിപതി ശനി. ഇങ്ങനെയുള്ള നവഗ്രഹങ്ങൾക്കും നവരസങ്ങളും നവനായകർ എന്ന് പറയുന്നതായിട്ടുള്ള നവഗ്രഹങ്ങൾക്കുള്ള ഓരോ സ്ഥാനമാനമാണ്, ഈ വർഷത്തിലെ സ്ഥാനമാനമാണ് ഈ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവരാരെന്തായാൽ നമുക്കെന്താണ് എന്നാണല്ലോ സാധാരണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറ്. അങ്ങനെ പറയുമ്പോൾ നമുക്കെന്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 60 വർഷങ്ങൾ പ്രഭവാധി എന്നൊക്കെയാണ് പറയുക. പ്രഭവ വിഭവ എന്ന് തുടങ്ങുന്ന 60 വർഷങ്ങളിൽ 36ാമത് വർഷമാണ് ഈ ശുഭകൃത്. 36 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നമ്പറിങ്ങിൽ ഒരു വിശേഷതയുണ്ട്. 9 ഭാഗ്യ നമ്പറാണ് ജ്യോതിഷത്തിൽ ഈ 9 എന്നുള്ളത്. ഈ ശുഭകൃത് എന്ന സംവത്സരത്തിൽ വിഷുവർഷത്തിൽ
ഗ്രഹങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ, രാഹു, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മേടത്തിലും, അതുപോലെ ചന്ദ്രൻ കന്നിരാശിയിലും, കേതു തുലാരാശിയിലും, ശനീശ്വരൻ മകരരാശിയിലും, അംഗാരക ഭഗവാനായിട്ടുള്ള ചൊവ്വ കുംഭരാശിയിലും, അതുപോലെ തന്നെ ശുക്രനും കുംഭരാശിയിലും, മീനരാശിയിൽ അതിചാരനായിട്ടുള്ള ഗുരുവുമാണ്. 9 ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിനനുസരിച്ചാണ് ഈ വർഷഫലൻ അല്ലെങ്കിൽ ഈ വിഷുഫലൻ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ മേടക്കൂറുകാരെയാണല്ലോ പറയാറ്. മേടക്കൂറുകാർക്ക് എങ്ങനെയാണ് ഈ വർഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഈ വിഷുഫലം ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ചെലവ് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പക്ഷേ ഈ ചെലവ് മുഴുവൻ ശുഭവ്യയങ്ങളായിരിക്കും. വീട്ടിലെ കല്യാണങ്ങൾക്കായിട്ടോ, വീട് മേടിക്കാനായിട്ടോ, കുട്ടികളുടെ പഠിപ്പിനായിട്ടോ ഒക്കെ ചിലവാക്കുന്ന രീതിയിലുള്ള ശുഭവ്യയങ്ങളായിരിക്കും. അതുപോലെ തന്നെ നല്ല മുന്നേറ്റമുണ്ടാവും തൊഴിലിന് മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിലും സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, മര്യാദകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് പുറം ലോകത്തിലേക്ക് പോകണം, വെളിനാട് അബ്രോഡ് പോകണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ അബ്രോഡിലേക്ക് പോകാനും അതുമൂലം ധനാഗമ സ്ഥിതികൾ അനുകൂലമാവാനും സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ് ഈ ശുഭകൃത് വർഷം. പക്ഷെ ആരോഗ്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടരാണ് ഈ മേടരാശിക്കാർ. അതുകൊണ്ട് ഈ വർഷം തീർച്ചയായിട്ടും ആരോഗ്യത്തിൽ തീർച്ചയായും നന്നായി ശ്രദ്ധിക്കണം. കല്യാണം ആകാത്തവർക്ക് കല്യാണമാവാനും, അതുപോലെ തന്നെ ലോട്ടറിയൊക്കെ എടുക്കുന്ന സ്വഭാവമുള്ളവർക്ക് ലോട്ടറിയൊക്കെ അടിക്കാനും, കൂടാതെ കുറേ കാലമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ദമ്പതികൾ തമ്മിൽ ഒത്തുചേരാനും സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ് മേടക്കൂറുകാർക്ക്. അശ്വതിയും ഭരണിയും കാർത്തികാലിലും പിറന്ന മേടക്കൂറുകാർക്ക് ഈ ശുഭകൃത് നാമ വർഷം. അതിന് മേഷ രാശി അല്ലെങ്കിൽ മേടക്കൂറ് എന്ന് പറയുന്നവർക്ക് 14 വരവും 14 ചെലവും എന്നാണ് പറയുന്നത്. ആരോഗ്യം 1 അനാരോഗ്യം 6 എന്നാണ് പറയുന്നത്. രാജപൂജനം രാജകോപം, രാജപൂജനം 5 രാജകോപം 6 ആണ് പറയുന്നത്. സുഖവും ദുഃഖവും 3 3 എന്നുള്ള ലെവലിലാണ് കാണുന്നത് മേടക്കൂറുകാർക്ക്. ഇതിൽ അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് ആദ്യ 4 12 മാസങ്ങളെ 3 തിരിച്ച് ആദ്യത്തെ 4 മാസം സുഖവും, അടുത്ത 4 മാസം കഷ്ടവും, അടുത്ത 4 മാസം സുഖവും ആവാനാണ് സാധ്യതകൾ കാണുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 4 മാസം കഷ്ടവും പിന്നീടുള്ള 8 മാസം സുഖങ്ങളും കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 8 മാസം സുഖവും അവസാന 4 മാസം കഷ്ടവും ആണ് കാണുന്നത്.
അപ്പോൾ പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് വരവ് 8 ചെലവ് 8 എന്താണ് കാണുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് വരവ് 6 ചെലവ് 2 എന്നാണ് കാണുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് വരവും ചെലവും 4. അപ്പോൾ മേടക്കൂറുകാർ ശ്രദ്ധിച്ച് ജീവിക്കണം എന്നാണ് ഈ വിഷുഫലൻ പറയുന്നത്. അടുത്തത് നമുക്ക് ഇടവക്കൂറാണ്. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തരയുമാണ്. ഇവർക്ക് വളരെ നല്ലൊരു കാലമാണ് വരുന്നത്. കുടുംബത്തിലെല്ലാം സകലവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുലദൈവ അമ്പലങ്ങളിലേക്കോ അതുമൂലമുള്ള വരുമാനത്തിനോ അല്ലെങ്കിൽ കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുല ഉത്ഥാനത്തിനും, കുല ഉത്ഥാനം എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾ നടക്കുക, നല്ല കാര്യങ്ങൾ നടക്കുക, കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നടക്കാം. വ്യാപാരം ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ലാഭങ്ങൾ ഉണ്ടാവും. ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഇല്ലാതെ കഴിച്ചു കൂടാനാണ് ഈ ഇടവക്കൂറുകാർക്ക് ഈ വിഷുഫലൻ പറയുന്നത്. ഈ വിഷുവിലെ ഋഷഭക്കാർക്ക് 8 വരവും 8 ചെലവും ആണ് പൊതുവെ പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം 2 അനാരോഗ്യം 0 അതുകൊണ്ട് ആരോഗ്യം കൂടുതലുണ്ട്. പൂജനത്തിന് 7 രാജകോപത്തിന് 2 സുഖം 6 അസുഖം 3 ഇടവക്കൂറുകാർക്ക്. പൊതുവെ ഇടവക്കൂറുകാർക്ക് നല്ലൊരു സമയമാണ്. പൊതുവെ നല്ല ഒരു സമയമാണ് ഈ വർഷം മുഴുവൻ ഉണ്ടാവുക. അതിൽ കാർത്തികക്കാർക്ക് 4 വരവും 4 ചെലവും, രോഹിണിക്കാർക്ക് 2 വരവും 6 ചെലവും, മകീരക്കാർക്ക് 8 വരവും 8 ചെലവുമാണ് കാണുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 8 മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് സുഖപ്രദമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 4 മാസവും അതുപോലത്തെ അവസാനത്തെ 4 മാസവും സുഖമാണ്. ഇടയിലുള്ള 4 മാസം കഷ്ടങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മകീര നക്ഷത്രക്കാർക്ക് പരമസുഖമാണ് ഈ വർഷം മുഴുവൻ. ആദിശൂന്യേ മഹദ്വ്യാധി, മധ്യശൂന്യേ മഹദ്ഭയം, ത്രിശൂന്യേ മാനഹാനീജ, സർവശൂന്യേ മരണം ധ്രുവം എന്നൊക്കെയാണ് പറയുക. സാധാരണ രീതിയിൽ എല്ലാം പൂജ്യമാവാറില്ല കന്ധായ ഫലങ്ങളിൽ. ഈ മൃഗശിരോ നക്ഷത്രം എന്ന് പറയുന്നതായിട്ടുള്ള മകീര നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ സുഖപ്രദമാണ്, കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും കൂടെ നമ്മൾ വായിക്കേണ്ടതാണ്. അടുത്തത് വന്ന് മിഥുനക്കൂറാണ്. മിഥുനക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകീരത്തരയും തിരുവാതിരയും പുനർദത്തി മുക്കാലുമാണ് ഈ മിഥുനക്കൂർ. മിഥുനക്കൂറുകാർക്ക് ഭയങ്കര സുഖമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വർഷം. എന്താ വെച്ചാൽ 11ലേക്കാണ് യോഗകാരകനായിട്ടുള്ള രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിചാരിതമായിട്ടുള്ള ധനലാഭം, അവിചാരിതമായിട്ടുള്ള പദവി ലാഭം, കുടുംബത്തിൽ അവിചാരിതമായിട്ടുള്ള കല്യാണ കാഴ്ചകളൊക്കെ ഉണ്ടാവും. തൊഴിൽ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാവും, ലാഭങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ നന്നായി പഠിച്ച് മുന്നേറി വിചാരിച്ച കാര്യങ്ങളിലെല്ലാം ജയം ഉണ്ടാവും. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഈ വിഷുഫലൻ അനുഭവപ്പെടുക. ഈ മിഥുനക്കൂറുകാരിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ 11 വരവും 5 ചെലവുമാണ്. അപ്പോൾ ലാഭമാണ് ഈ വർഷം കാണുന്നത്. ആരോഗ്യം 0 അനാരോഗ്യം 4 ആരോഗ്യ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാജപൂജിത എന്ന് പറയുന്നതായിട്ടുള്ള രാജാവിൽ നിന്നും പൂജനം കിട്ടുന്നത് 4 രാജകോപം 2
6 സുഖവും 3 ദുഃഖവുമാണ് മൊത്തത്തിൽ. അപ്പോൾ മിഥുനക്കൂറുകാരൊക്കെ ലോട്ടറി അടിക്കുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. മകീര നക്ഷത്രക്കാർക്ക് 8 വരവും 8 ചെലവുമാണ്. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് 6 വരവും 2 ചെലവുമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് 4 വരവും 4 ചെലവും. പൊതുവെ നല്ല ഒരു സമയമായിട്ടാണ് മിഥുന കൂറുകാർക്ക് കാണുന്നത്. കൂടാതെ മിഥുനക്കൂറ് എന്ന് പറയുന്ന അതിൽ വരുന്നതായിട്ടുള്ള മകീര നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ സുഖമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ പരമസുഖമാണ്. അത് കഴിഞ്ഞാൽ വരുന്ന പുണർതം നക്ഷത്രത്തിലെ ആദ്യത്തെ 4 മാസം സുഖമാണ്. അത് കഴിഞ്ഞാൽ 4 മാസം കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടാവാം. അത് കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള 4 മാസം പരമസുഖമാണ്. പൊതുവേ ഇടവക്കൂറ് മിഥുനക്കൂറ് എന്ന് പറയുന്ന മകീരത്തരയും തിരുവാതിരയും പുനർദത്തി മുക്കാലിലും പറഞ്ഞിട്ടുള്ളവർക്കെല്ലാം പരമസുഗമമായിട്ടുള്ള പരമ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ ശുഭകൃത് നാമ സംവത്സരം വിഷുബലം എന്ന് അറിയണം. അടുത്തത് കർക്കടകക്കൂറാണ്. പുനർദത്തി മുക്കാലും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കടകക്കൂറ്. കർക്കടകക്കൂറുകാർക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം മാറുകയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ ഉണ്ടായിരുന്നതാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുകയും അതുപോലെ തന്നെ ദേഹാരോഗ്യം വീണ്ടെടുക്കുകയും പല രീതിയിലുള്ള പണം മുടങ്ങി കിടക്കുന്ന പണങ്ങളെല്ലാം തിരിച്ചു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കല്യാണം ആവാത്തവർക്കെല്ലാം കല്യാണം നടക്കാനുള്ള യോഗം കൂടെ വരുന്ന ഒരു അസുലഭ സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് നടക്കുന്നത്. ഈ കർക്കിടകക്കൂറുകാർക്ക് 11 വരവും 11 ചെലവും ആണ് പറയുന്നത്. ആരോഗ്യവും 4ആണ്, അനാരോഗ്യവും 4ആണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ല. രാജപൂജനം 2ഉം രാജകോപം 6ഉമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോയി ആടാതെ നോക്കണം. സുഖം 3, ദുഃഖം 3ആണ്. അപ്പോൾ ഈ വർഷം മുഴുവൻ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഈ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ട്. പുനർദത്തിന് 4 വരവും 4 ചെലവും, പൂയത്തിന് 2 വരവും 6 ചെലവും, ആയില്യത്തിന് 8 വരവും 8 ചെലവും. അപ്പോൾ ധനാഗമസ്ഥിതികളൊക്കെ കുറച്ച് സുമാറാണ് കർക്കിടകക്കൂറുകാർക്ക്. എന്നിരിക്കലും പൊതുവെ ആരോഗ്യപ്രദമാണ് ജീവിതം, സുഖപ്രദമാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ വിഷുബലം മൂലം ഈ രാശിക്കാർക്ക് സുഖപ്രദമാണ്. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്ക് വളരെ സുഖപ്രദമായിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് മാറാനാണ് ഈ ശുഭകൃത് വർഷം സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ കഷ്ടങ്ങളും തടസ്സങ്ങളും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലുമെങ്കിലും ഇത് പടിപടിയായിട്ട് ഈ വിഷുവിന് ശേഷം പടിപടിയായിട്ട് മാറും. എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇവരെ കണ്ടാൽ തന്നെ എല്ലാവരും മാനിക്കുന്ന രീതിയിൽ സംഭാവ്യങ്ങൾ സംഭവിക്കും. ലോട്ടറിയൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. താഴെ വീണ് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. കല്യാണം ആകാത്തവർക്ക് കല്യാണം ആവാനും കല്യാണം ആയവർക്ക് ദാമ്പത്യ ജീവിതം സുഖപ്രദമാവാനും സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 8 വരവും
14 ചെലവുമാണ് ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത്. ആരോഗ്യം 2ഉം അനാരോഗ്യം 3ഉമാണ്. രാജപൂജനം 5ഉം രാജകോപം 6ഉമാണ്. സുഖവും ദുഃഖവും 3, 3. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വർഷമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിൽ മകത്തിന് 6 വരവും 2 ചെലവുമാണ്. പൂരത്തിന് 4 വരവും 4 ചെലവുമാണ്. ഉത്രത്തിന് 2 വരവും 6 ചെലവുമാണ്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷത്തെ ഉപദേശം. കൂടാതെ ചിങ്ങക്കൂറിലുള്ള മകക്കാർക്ക് ആദ്യത്തെ 8 മാസം കഷ്ടങ്ങളാണ്. അതിനുശേഷമാണ് ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് സുഖങ്ങളെ തരിക. പൂരനക്ഷത്രത്തിന് ഈ വർഷം മുഴുവൻ പരമസൗഖ്യമാണ്. ഏത് രീതിയിലുള്ള അനാരോഗ്യമോ ഭയമോ ഒന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഉത്തരനക്ഷത്രക്കാർക്കും അതുപോലെ തന്നെയാണ്. ഈ വർഷം മുഴുവൻ കന്ധായ ബലം അനുകൂലമാണ്. 6, 2, 2 ആണ്. അതുകൊണ്ട് തന്നെ 0 ആദിശൂന്യമില്ല, മധ്യശൂന്യമില്ല, മൂന്നാമത് ത്രിശൂന്യവും ഇല്ല. അതുകൊണ്ട് തന്നെ പരമസൗഖ്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ചിങ്ങക്കൂറിലെ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുഭവപ്പെടുക. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറ് എന്ന് പറഞ്ഞാൽ പൊതുവെ മോശമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം കാണുന്നത്. എന്നിരിക്കലും കൂടെ ഈ വർഷത്തിൽ അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തീരുകയും കുടുംബത്തിൽ കുതൂഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് പണവളർച്ച, അതായത് പൊരുളാധാരമാണല്ലോ പ്രധാനം. ധനകാര്യ കാര്യങ്ങളിൽ തടസ്സങ്ങളില്ല എന്നുണ്ടെങ്കിൽ തന്നെ വലിയ സുഖങ്ങളായി. ധനകാര്യങ്ങളിലെല്ലാം വളരെ സൗഖ്യപ്രദമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, കൃഷി ചെയ്യുന്നവർക്കൊക്കെ വലിയ ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പിതൃക്കൾക്കൊക്കെ ശാന്തി ചെയ്യാതെ കുറേ കാലമായിട്ട് നിൽക്കുന്നവർക്ക് പിതൃക്കൾക്കുള്ള ശാന്തികളൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടി കിട്ടും. പിതൃക്കളെ എപ്പോഴും നമ്മൾ പോഷിച്ചുകൊണ്ടേയിരിക്കണം. എന്താ വെച്ചാൽ അവർ വിട്ടുവെച്ചിട്ടുള്ളതായിട്ടുള്ള ദേഹവും അവർ വിട്ടുവെച്ചതായിട്ടുള്ള സ്വത്തുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. രണ്ടിലൊന്ന് തീർച്ചയായിട്ടും അനുഭവിക്കും. അതുകൊണ്ട് അവരെ എപ്പോഴും സ്മരിക്കണം. പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്യണം. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ചിത്രാനക്ഷത്രം ഭവതി ചിത്രം വാ ഏതത് കർമ്മ എന്നൊക്കെയാണ് പറയുക. ചിത്രാനക്ഷത്രത്തിൽ പറഞ്ഞിട്ടുള്ള അസ്തരാശിക്കാർക്ക്, കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്വഭാവ വൈശിഷ്യങ്ങളുണ്ട്. അവർക്ക് യുവതീകം രോജമാനഹ എന്ന് പറയുന്നു. ആരെ കണ്ടാൽ എല്ലാ സ്ത്രീകൾക്കും ഈ കന്നിരാശിയിലെ ചിത്രാനക്ഷത്രക്കാരെ കണ്ടാൽ പിടിക്കും അത്ര. അതെന്താണ് കാരണം അറിയില്ല. വേദശാസ്ത്രം അങ്ങനെയാണ് ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിര അറിയും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കന്നിക്കാർക്ക് ഈ വർഷം മുഴുവൻ സുഖപ്രദമാവാനാണ് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. കന്നിരാശിക്കാർക്ക് 11 വരവും 5 ചെലവുമാണ് കാണുന്നത്. ആരോഗ്യം ഒന്നുമില്ല, അനാരോഗ്യം 4 എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാജപൂജനം 4ഉം രാജകോപം 2ഉമാണ് കാണുന്നത്. 6 സുഖവും 3 ദുഃഖവുമാണ്. അതുകൊണ്ട് പൊതുവെ പരമസൗഖ്യപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് ഈ കന്നിക്കൂറുകാർക്ക് കാണുന്നത്. കന്നിക്കൂറിലെ ഉത്തരനക്ഷത്രക്കാർക്ക് 2 വരവും 6 ചെലവുമാണ്. അത്തനക്ഷത്രക്കാർക്ക് 8 വരവും 8 ചെലവുമാണ്. ചിത്രനക്ഷത്രക്കാർക്ക് 6 വരവും 2 ചെലവുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിത്രനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. കൂടാതെ ഉത്തരനക്ഷത്രത്തിൽ ഈ വർഷം മുഴുവൻ പരമസൗഖ്യമാണ്. അത്തനക്ഷത്രക്കാർ കുറച്ച് സൂക്ഷിക്കണം. അവർക്ക് ആദ്യത്തെ 4 മാസം സുഖമാണ്. അത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശരീര പീഡയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ഭയമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മരണഭയമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. താഴെ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചിത്രനക്ഷത്രക്കാർക്ക് ഒന്നും പേടിക്കാനില്ല. ഈ വർഷം മുഴുവൻ പരമസൗഖ്യമായിരിക്കും. ശുഭകൃത നാമ സംവത്സരം മുഴുവൻ പരമസൗഖ്യമായിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രത്തിലെ കന്നിരാശിക്കാർ. അടുത്തത് തുലാക്കൂറ്.
ചിത്രയറിയും ചോതിയും വിശാഖത്തി മുക്കാലുമാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ്. കേതു തലയിലേക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആവാഹിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടക്കും. വീട്ടിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അനാവശ്യമായിട്ട് ഒരു ഭർത്താവിനായിട്ട് ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. അത് കുറച്ച് കമ്മിയാക്കിയാൽ ധനാഗമസ്ഥിതിയും മോശമാവാനുള്ള സാധ്യതകൾ കമ്മിയാണ്. ആരോഗ്യസ്ഥാനത്തിനും ഈ വർഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരിക്കലും അനാരോഗ്യം പൊതുവെ കമ്മിയാണ്. അതുകൊണ്ട് കയ്യിലുള്ള പൈസ കൊണ്ട് തന്നെ ആരോഗ്യ സ്ഥാപനം സാധിക്കും എന്നാണ് പറയേണ്ടത്. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം. ദമ്പതികൾക്കിടയിലുള്ള അപ്പപ്പോഴായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്ന ഒരു വർഷമാണ് ഈ തുലാരാശിക്കാർക്ക് കാണുന്നത്. അതുകൊണ്ട് ദമ്പതികൾ തമ്മിൽ എപ്പോഴും ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. അപ്പോൾ കല്യാണ കാഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികൾക്ക് കല്യാണമാവുക, പുതിയതായിട്ട് കല്യാണമായവർക്ക് പല രീതിയിലുള്ള ദാമ്പത്യ സുഖങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വർഷമായി തന്നെയാണ് ഈ രാശിക്കാർക്ക്, അതായത് തുലാരാശിക്കാർക്ക് കാണുന്നത്. തുലാരാശിയിൽ വരുന്നതായിട്ടുള്ള 8 വരവും 8 ചെലവും, ആരോഗ്യം 2ഉം അനാരോഗ്യം 0ഉം, രാജപൂജനം 7ഉം രാജകോപം 2ഉം, 6 സുഖവും 3 ദുഃഖവുമാണ്. അപ്പോൾ പൊതുവേ 6 സുഖം 3 ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3+ ആണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തുലാക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമായിട്ട് തന്നെയാണ് ഈ ശുഭകൃത് നാമ സംവത്സരം കാണുന്നത്. അതിൽ ചിത്രനക്ഷത്രക്കാർക്ക് 6 വരവും 2 ചെലവുമാണ്. ചോതി നക്ഷത്രക്കാർക്ക് 4 വരവും 4 ചെലവുമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് 2 വരവും 6 ചെലവുമാണ്. അപ്പോൾ പൊതുവെ ഈ രാശിയിൽ പണവരവ് എന്നുള്ളതും പണച്ചെലവ് എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഒരു പ്ലസ് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ധനാഗമ സ്ഥിതികളെല്ലാം അനുകൂലപ്രദമായിട്ടാണ് തുലാരാശിക്കാർക്ക് കാണുന്നത്. തുലാരാശിയിലെ ചിത്രക്കാർക്ക് വർഷം മുഴുവൻ പരമസൗഖ്യമാണ്. സ്വാതി നക്ഷത്രക്കാർക്ക്, ചോതി എന്ന് പറയുന്നവർക്കും ഈ വർഷം മുഴുവൻ പരമസൗഖ്യമാണ്. വിശാഖ നക്ഷത്രത്തിലുള്ള ആദ്യത്തെ 4 മാസം സുഖമാണ്. അത് കഴിഞ്ഞാലുള്ള 4 മാസം കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ വരുന്ന തിരിച്ചുള്ള 4 മാസം പരമസൗഖ്യമാണ്. പൊതുവെ 12 മാസത്തിൽ ആകെ 4 മാസം വിശാഖ നക്ഷത്രക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി തുലാരാശിക്കാർക്കെല്ലാം പരമസൗഖ്യപ്രദമായി തന്നെയാണ് കാണുന്നത്. വൃശ്ചിക രാശി വിശാഖത്തിക്കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് ഈ വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് എല്ലാത്തിലും മിതമായി നടക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെയാണ്. പക്ഷേ കുറേയായിട്ട് കടൻ പ്രശ്നങ്ങളിൽ, കടൻ വാങ്ങലും കടൻ കൊടുക്കലും ശരിയില്ലാത്തത് കൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ആ കഷ്ടങ്ങൾ മാറിക്കിട്ടും. ധനാഗമ സ്ഥിതി വളരെ അനുകൂലമാവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നവരൊക്കെ ലോട്ടറി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ചീട്ടൊക്കെ വലിക്കണം വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ചീട്ട് കിട്ടാതെ നിൽക്കുന്നവർക്ക് ചീട്ട് കിട്ടി കയ്യിൽ പണം ധാരാളം വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വലിയ ലാഭങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും കൂടുതലായിട്ടാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് പോയി സുഖമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച് നന്നായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണമായിട്ട് കുറേ ആയിട്ട് കുട്ടികളില്ല എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കല്യാണം നടക്കാതെ നിൽക്കുന്നവർക്കൊക്കെ കല്യാണം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മൊത്തത്തിൽ കുടുംബത്തിൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു സന്തോഷദായകമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ സന്തോഷദായകമാണ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സന്തോഷങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുവോ ആ രീതിയിലുള്ള സന്തോഷങ്ങളെല്ലാം ഉണ്ടാവാനുള്ള
സാധ്യതകൾ കൂടുതലായിട്ടാണ് വൃശ്ചിക രാശിക്കാർക്ക് കാണുന്നത്. വൃശ്ചിക രാശിയിൽ വരുന്നതായിട്ടുള്ള 14 വരവും 14 ചെലവുമാണ് പറയുന്നത്. ആരോഗ്യമെന്നും അനാരോഗ്യം 6 ആണ് പറയുന്നത്. രാജപൂജനം 5 രാജകോപം 6 പറയുന്നത്. സുഖവും ദുഃഖവും 3 3 എന്ന് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രമായിട്ടുള്ള വിശാഖത്തിന് 2 വരവും 6 ചെലവുമാണ്. അനിഴത്തിന് 8 വരവും 8 ചെലവുമാണ്. കേട്ടയ്ക്ക് 6 വരവും 2 ചെലവുമാണ്. അപ്പോൾ കേട്ട നക്ഷത്രക്കാർ കോട്ട കിട്ടുമെന്ന് പറയുമല്ലോ. ഈ വർഷം ശ്രമിക്കുകയാണെങ്കിൽ കേട്ട നക്ഷത്രക്കാർക്കെല്ലാം കോട്ട കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് പറയുന്നത്. ഈ നക്ഷത്ര രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കന്ധായ ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 4 മാസം സുഖവും അടുത്ത 4 മാസം കഷ്ടവും അതിനടുത്ത 4 മാസം സുഖവുമാണ്. അനുരാധ നക്ഷത്രം എന്ന് അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ പരമസൗഖ്യമാണ്. കേട്ട നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 4 മാസം കഷ്ടവും പിന്നെ 4 മാസം സുഖവും അടുത്ത 4 മാസം കഷ്ടവുമാണ്. കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസ്ഥിതികളൊക്കെ കുറച്ച് മോശമാവാം, ആരോഗ്യസ്ഥിതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാലും പൊതുവേ രാശിക്ക് പൊതുവെ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പൊതുവെ നല്ലൊരു സമയമാണ് ഈ വൃശ്ചിക കൂറുകാർക്ക്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടത്തിലെ കാല് പറഞ്ഞിട്ടുള്ള ധനുക്കൂറുകാർക്കാണ്. ധനുക്കൂറുകാർക്ക് ഈ വർഷത്തിലെ അനേക പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാലങ്ങളായിട്ട് വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നവരായിരിക്കും. അവർക്കൊക്കെ വരുമാനങ്ങളൊക്കെ കൂടാനുള്ള വരവ് കൂടുകയും ആരോഗ്യം കൂടുകയും തൊഴിൽ സാധ്യത വർദ്ധിക്കുകയും പ്രൊമോഷനൊക്കെ കിട്ടാനും അങ്ങനെ ഉള്ള പല രീതിയിലുള്ള സൗകര്യങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവില്ല എന്നിരിക്കലും മനസ്സ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നെങ്കിലും യോഗമായിട്ടുള്ള യോഗ എന്നൊക്കെ പറയുന്നില്ലേ, യോഗ ആചരണം അല്ലെങ്കിൽ ധ്യാനം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മനോരീതിയിലുള്ള പ്രശ്നങ്ങൾ തീരുകയും, അതായത് ചില സ്വഭാവ വൈചിത്ര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവരാണല്ലോ, ഈ സ്വഭാവ വൈചിത്ര്യങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലമായിട്ടുള്ള സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് ഈ ധനുക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ, അതായത് ഈ ശുഭകൃത്നാമ സംവത്സരം മുഴുവനായിട്ട് കാണുന്നത്. ഈ ധനുക്കാർക്ക് 12 വരവും 5 ചെലവുമാണ്. അവിടെ തന്നെ ജയിച്ചു എന്ന് പറയാം. വരവ് കൂടുതലും ചിലവ് കമ്മിയുമായി കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷമാണല്ലോ. ചിലവാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രശ്നം. ചിലവ് നമുക്ക് അടങ്ങാവുന്നതിലും കൂടുതൽ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മുക്തിയാണ് കാണുന്നത്. ആരോഗ്യം 6 അനാരോഗ്യം 4 ഉള്ളൂ. അതേപോലെ തന്നെ രാജപൂജനം 4 രാജകോപം 2 ഉള്ളൂ. 6 സുഖവും 3 ദുഃഖവുമാണ്. അതുകൊണ്ട് ഈ ധനുക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമായിട്ടാണ് കാണുന്നത്. പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് എന്നുണ്ടെങ്കിൽ മൂലനക്ഷത്രക്കാർക്ക് 4 വരവും 4 ചെലവും, പൂരാട നക്ഷത്രക്കാർക്ക് 2 വരവും 6 ചെലവും, ഉത്രാട നക്ഷത്രക്കാർക്ക് 8 വരവും 8 ചെലവുമാണ്. നക്ഷത്രഫലം എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടെ രാശിക്ക് പൊതുവെ നല്ല ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ലാഭാധിഷ്ഠാനമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. മൂലത്തിന് ആദ്യത്തെ 4 മാസം കഷ്ടവും സുഖവും, അതിനുശേഷം 4 മാസം കഷ്ടവും, അതിന് എഗെയിൻ 4 മാസം സുഖവുമാണ്. പൂരാടത്തിന് ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമാണ്. ഉത്രാടത്തിനും ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമാണ്. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്കാണ് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് വരാനുള്ള സാധ്യതകൾ കമ്മിയാണ്. അടുത്തത് വന്നിട്ട് മകരക്കൂറ് എന്ന് പറയുന്നതായിട്ടുള്ള ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തിലെ അരയും ആണ് ഈ രാശി. ഈ രാശിക്കാർക്ക് വളരെ സൗഖ്യപ്രദമായിട്ടുള്ള ഒരു വർഷമാണ്. എന്താ വെച്ചാൽ ഗുരു 2ലാണ്, ഗുരു അതിചാരനായിട്ട് 3ലേക്ക് മാറിയിരിക്കുകയാണ്.
ഭാവാദ്ഭാവം എന്ന് പറയുമ്പോൾ രണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനത്താണ്. അതുപോലെ തന്നെ കേതു 11-ലാണ്. അതൊക്കെ വളരെ 10-ലാണ്. കേതു 10-ൽ ചെയ്യുന്നതായിട്ടുള്ള ഗുണാതിശയങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മകരരാശിക്കാർക്ക് പൊതുവെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇഷ്ടം കൂടുകയും, അതായത് ഇഷ്ടപ്പെടാതെ ജോലി ചെയ്തിരുന്നവർക്കൊക്കെ ആ ജോലി മാറി നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പരസ്പര തല്ലുകൂടലൊക്കെ ഉണ്ടായി അതൊക്കെ മാറിയിട്ട് അനുകൂലത ഉണ്ടാവുക. അതുപോലെ തന്നെ കുറേ കാലമായിട്ട് സ്വത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ സ്വത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുകയും അവരവരുടെ പേരിൽ ഭൂമി ലാഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ കുടുംബത്തിലുള്ള എല്ലാവരും ഈ രാശിക്കാരെ കുറച്ച് പോഷൊക്കെ ചെയ്ത് അവരെ നന്നായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവുകയും അംഗീകാരം ലഭിക്കുകയും പദവി പൂർവ്വപുണ്യാനാവുന്നതല്ല പൂർവ്വപുണ്യസ്ഥാനം അനുകൂലമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പോകുന്ന യാത്രകളൊക്കെ ലാഭങ്ങളുണ്ടാകുന്ന യാത്രകളാവും. പൊതുവേ മകരക്കൂറുകാർക്ക് രാഹുകേതുക്കളെ കൊണ്ട് ദോഷം പറഞ്ഞിട്ടുണ്ട് എന്നൊരിക്കലും കൂടെ ഈ ശുഭകൃത് വർഷം പരമസൗഖ്യപ്രദമായിട്ട് വരാനാണ് സാധ്യതകൾ കാണുന്നത്. ഇതിൽ മകരക്കൂറുകാർക്ക് 5 വരവും 2 ചെലവുമാണ്. അവിടെ തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ആരോഗ്യം 0-ഉം അനാരോഗ്യം 2-ഉമാണ്. വീഴാതെ ശ്രദ്ധിക്കണം. രാജപൂജിതം 1-ഉം രാജകോപം 2-ഉമാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ അധികം ഇടപെടാതെ നോക്കണം. എന്നാലും 6 സുഖവും 3 ദുഃഖവുമേ ഉള്ളൂ. അതുകൊണ്ട് പരമസൗഖ്യപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് ഈ മകരക്കൂറുകാർക്ക് ഈ വർഷം അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റി വരാനുള്ള സാധ്യതകൾ കമ്മിയാണ്. കൂടാതെ മകരക്കൂറിലെ ഉത്രാടത്തിന് 8 വരവും 8 ചെലവും, തിരുവോണത്തിന് 6 വരവും 2 ചെലവും, അവിട്ടത്തിന് 4 വരവും 4 ചെലവും ആണ് കാണുന്നത്. അതുകൊണ്ട് തിരുവോണക്കാർക്ക് പൊതുവെ സൗഖ്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം അനുഭവപ്പെടുക, അനുഭവവേദ്യമാവുക. കൂടാതെ ഈ നക്ഷത്രം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഉത്രാടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 12 മാസവും പരമസൗഖ്യപ്രദമാണ്. തിരുവോണത്തിലെ ആദ്യത്തെ 4 മാസം സുഖവും, അത് കഴിഞ്ഞാൽ 4 മാസം ദുഃഖവും 4 മാസം പരമസൗഖ്യവുമാണ്. ആദിശൂന്യേ മഹദ്വ്യാധി, മധ്യശൂന്യേ മഹദ്ഭയം, ത്രിശൂന്യേ മാനഹാനീജ, സർവശൂന്യേ മരണം ബ്രുവേദ് എന്നാണ് പറയാറ്. അതുകൊണ്ട് 3ഉം 0-ആയിട്ട് വന്നു കഴിഞ്ഞാൽ മരണമാണ് പറയുക. ഇതിൽ 2ാമത് 0 കഴിഞ്ഞാൽ മഹത് ഭയം, ഭയന്ന് കാര്യങ്ങൾ ചെയ്യണം. അതായത് ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഭയന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ വരുന്നതായിട്ടുള്ള കുംഭക്കൂറ് എന്ന് പറയുന്നതായിട്ടുള്ള അവിട്ടത്തലയും ചതയവും പൂരോട്ടാതി മുക്കാലും ചേർന്നതാണ് ഈ കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് പൊതുവേ വലിയ ആഗ്രഹവിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പരമസൗഖ്യങ്ങളെ അനുഭവിക്കാനുള്ള യോഗമാണ്. ഗുരു അതിചാരനായിട്ട് 2ലേക്ക് സ്വന്തം വീട്ടിലേക്ക് മീനത്തിലേക്ക് ചാടി നിൽക്കുകയാണ്. 2ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള 2ാം ഭാവകാരകനായിട്ടുള്ള ഗുരു 2ാം ഭാവത്തിലേക്ക് തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലാഭമാണ്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ലാഭമുണ്ടാവും. ധനാഗമസ്ഥിതിയൊക്കെ വളരെ ഗംഭീരമായിട്ടിരിക്കും. തൊഴിൽ സ്ഥാനങ്ങളൊക്കെ വളരെ ഉത്തമമായിട്ട് മുന്നേറ്റം ഉണ്ടാവും. പ്രമോഷനൊക്കെ ഉണ്ടാവും. പുതിയ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗവൺമെൻറ് ജോലിയും ഉത്തരവാദിത്തപ്പെട്ട ജോലിയും കിട്ടും. കുടുംബത്തിൽ വളരെ രീതിയിലുള്ള ഒത്തുമ, അതായത് ഈ എന്താ പറയുക, സമാധാനം ഉണ്ടാവുകയും ഒരു സാഹോദര്യ മനോഭാവം കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൽ പൊതുവെ സന്തോഷം കൂടുതലായി കാണുന്ന ഒരു സമയമാണ്. പക്ഷേ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ കുംഭക്കൂറുകാർ. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കുംഭക്കൂറുകാർക്ക് 5 വരവും 2 ചെലവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമായിട്ടാണ് കാണുന്നത്. ആരോഗ്യം 0-ഉം അനാരോഗ്യം 2-ആണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. രാജപൂജനം 1-ഉം രാജകോപം 2-ഉമാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് കാര്യങ്ങളിലൊക്കെ കുറച്ച് സൂക്ഷിക്കണം. എന്നാലും 6 സുഖവും 3 ദുഃഖവുമായതുകൊണ്ട് പരമസൗഖ്യമായിട്ടുള്ള ഒരു വർഷമായിട്ട് തന്നെ ആയിരിക്കും
ഈ കുംഭക്കൂറുകാർക്ക് ഈ വർഷം അനുഭവപ്പെടുക. ഈ കുംഭക്കൂറിലെ അവിട്ടക്കാർക്ക് 4 വരവും 4 ചെലവും, ചതയക്കാർക്ക് 2 വരവും 6 ചെലവും, അതേപോലെ തന്നെ പൂരോട്ടാതിക്കാർക്ക് 8 വരവും 8 ചെലവുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ഈ വർഷം വരുന്ന വരവും ചെലവും ഒത്തുപോകുന്ന ഒരു നല്ലൊരു ബഡ്ജറ്റായിട്ടായിരിക്കും ഇവരുടെ കുടുംബ ബഡ്ജറ്റ് എന്നുള്ളത് ഉണ്ടാവുക. ഇതിൽ അവിട്ടക്കാർക്ക് ആദ്യത്തെ 8 മാസം സുഖവും, ചതയക്കാർക്ക് വർഷം മുഴുവൻ സുഖവും, പൂരോട്ടാതിക്കാർക്ക് ആദ്യത്തെ 4 മാസം സുഖം, അത് കഴിഞ്ഞാൽ 4 മാസം ദുഃഖം, അത് കഴിഞ്ഞാൽ 4 മാസം സുഖം എന്നതാണ് കന്ധായബലം പറയുന്നത്. പൊതുവെ ഈ രാശിക്കാർക്ക് ജനസമ്മതിയോടുകൂടെ പരമസൗഖ്യമായിട്ടിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു വർഷമായിട്ടാണ് ശുഭകൃത് വർഷം. അടുത്തയായിട്ടുള്ള മീനരാശിക്കാർ പൂരോട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് ഈ മീനരാശി എന്ന് പറയുന്നത്. മീനരാശിക്കാർക്ക് ശുഭകൃത് വർഷം പരമസൗഖ്യപ്രദമായിട്ടാണ് കാണുന്നത്. ഫോറിനിലൊക്കെ പോയിട്ട് സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഫോറിൻ ട്രാവലൊക്കെ അനുകൂലമാകും. ഈ വെറുതെ പോയിട്ട് വരേണ്ട ആവശ്യം വരില്ല. ഈ വിസിറ്റിംഗ് വിസയ്ക്ക് പോയാലും കൂടെ അവിടെ പോയി നല്ല ജോലി കിട്ടി നന്നായിട്ട് പ്രശോഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നാലും ദേഹം കുറച്ച് വളഞ്ഞ് പണിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും ഈ വർഷം. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. എന്നാലും അതുപോലെ തന്നെ ആഹാരക്രമത്തിലും കുറച്ച് സുമാറായിട്ടുള്ളവരാണ് ഈ മീനരാശിക്കാർ. എന്താ മീന് പോലെയാണ്, കണ്ടതൊക്കെ വിഴുങ്ങും, അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് മീനരാശിക്കാർ ഈ വർഷം മുഴുവൻ ആഹാരക്രമങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപ്രദമായിട്ടുള്ള നല്ല സസ്യാഹാരം കഴിക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ സൂക്ഷിച്ച് ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫുഡ് പോയ്സണിങ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയും കുടുംബത്തിൽ വന്നൊരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികൾക്ക് ഈ വർഷം തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മീനരാശിക്കാർക്ക് പൊതുവെ 12 വരവും 5 ചെലവുമാണ്. അപ്പോൾ ഏറ്റവും വലിയ ലാഭം എന്നുള്ളത് ഈ വർഷം മീനരാശിക്കാർക്ക് തന്നെയാണ് കാണുന്നത്. 6 ആരോഗ്യവും 4 അനാരോഗ്യവുമേ ഉള്ളൂ. രാജപൂജനം 4ഉം രാജകോപം 2മേ ഉള്ളൂ. സുഖം 6ഉം ദുഃഖം 3മേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരമസൗഖ്യപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് മീനക്കൂറുകാർക്ക് ഈ വർഷം അനുഭവപ്പെടുക. ഇതിൽ സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് 8 വരവ് 8 ചെലവ്, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 6 വരവും 2 ചെലവുമേ ഉള്ളൂ. രേവതി നക്ഷത്രക്കാർക്ക് 4 വരവും 4 ചെലവുമാണ്. ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം കൂടെയുണ്ട്. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 4 മാസം സുഖവും പിന്നെ കുറച്ച് ദുഃഖവും പിന്നെ പരമസുഖവുമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യം 4 മാസം കഷ്ടവും പിന്നെ പരമസൗഖ്യവുമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവൻ പരമസൗഖ്യപ്രദമായിട്ടാണ് കാണുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ 27 നക്ഷത്രക്കാർക്കും ഈ ശുഭകൃത് വർഷം പരമസൗഖ്യപ്രദമായിട്ടാണ് കാണുന്നത്. ഞാൻ 2019 6 ഗ്രഹങ്ങൾ ചേർന്നപ്പോൾ ഈ കൊറോണ എന്ന് ഞാൻ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്നിരിക്കലും കൊറോണ പോലുള്ള മഹത് വ്യാധികൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് തീർന്നു കിട്ടാൻ മൊത്തമായിട്ട് നമുക്ക് ഈ കൊറോണ എന്നതായിട്ടുള്ള വാർത്തകൾ തീർന്നു കിട്ടാൻ 2022 നവംബർ വരെ ആവും എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശ രൂപമായിട്ട് നമുക്ക് നവംബർ 2022 വരുമ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകളിൽ നിന്നും കിട്ടുന്ന വാർത്തകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രവചനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സുവചനം പ്രവചനം എന്നൊക്കെയാണ് പറയുക. അത് നല്ലത് പറയുക എന്നുള്ളതാണല്ലോ നമ്മളുടെ സ്വഭാവ ഗുണാതിശയം. അതുകൊണ്ട് നല്ല വാർത്തകൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതുകൊണ്ട് നല്ലത് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാം സുഖമാണ്, എല്ലാവരും സൗഖ്യമാണ്, എല്ലാവരും പരമ സൗഖ്യത്തിന് ആറാടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും കൂടെ അവരവർ ചെയ്യുന്നതായിട്ടുള്ള ധർമ്മങ്ങൾ, കർമ്മങ്ങൾ ഇതൊന്നും മാറ്റാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നിറയെ നന്മകൾ ചെയ്യുക, നിറയെ മരം നട്ട് വളർത്തുക, വയോജനങ്ങളെ സഹായിക്കുക, വൃദ്ധജനങ്ങളെ ആഹാരം കൊടുത്ത് സഹായിക്കുക,
ഞങ്ങളെപ്പോലുള്ള വേദവിത്തുക്കളായിട്ടുള്ള ബ്രാഹ്മണരെ പരിപോഷിപ്പിക്കുക. എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ആഹാരത്തിന് കൂടെ വഴിയില്ലാത്ത രീതിയിലാണ് ഗവൺമെൻറ് ഞങ്ങളിൽ നിന്നും എല്ലാം മോഷ്ടിച്ചെടുത്ത്, അതായത് പിടിച്ചുപറിയാണ് നടത്തിയത്. ആ പിടിച്ചുപറി നടത്തി ഞങ്ങളിൽ നിന്നും അത് നഷ്ടപ്പെട്ട്, ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ പരമാവധി സഹായിക്കുക. ഉള്ളവരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഊരാർ പിള്ളയെ ഊട്ടി വളർത്താൽ തൻ പിള്ളை താനാ വളരും എന്ന് തമിഴിൽ ചൊല്ലുന്നത്. അത് നമുക്ക് ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ധ്യേയം ദീനധനായ ച വിത്തം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യലിസം. ഇല്ലാത്തവരിൽ നിന്നും ഉള്ളവരിൽ നിന്നും പിടുങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കലാണ് കമ്മ്യൂണിസം. എല്ലാവർക്കും ശാശ്വതമായിട്ടുള്ള സമത്വം ഭാവിക്കലാണ് റിപ്പബ്ലിക്കൻ മനോഭാവം. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ, സുഭകൃത് വർഷം മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തീർന്ന്, ധനപ്രശ്നങ്ങളെല്ലാം തീർന്ന് എല്ലാവരും പരമസൗഖ്യം അടയട്ടെ എന്ന് സർവേശ്വരകാലനായിട്ടുള്ള ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭമുണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ. പശ്യേമ ശരദശതം ജീവേമ ശരദശതം നന്ദാമ ശരദശതം മോധാമ ശരദശതം ഭവാമ ശരദശതം ശൃണുവാമ ശരദശതം പ്രഭ്രവാമ ശരദശതമജീതാസ്യാമ ശരദശതം ധനം ധാന്യം ബഹുധം ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായു. എല്ലാവർക്കും പരമസൗഖ്യം ഉണ്ടാവട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള S4 ശാസ്ത്ര തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വിഷുബലം എല്ലാവർക്കും ശുഭമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.